ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലേൺ ടു ലീഡ്. സോ നമ്മളിവിടെ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ BCA 4-year BCAയുടെ സിലബസാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? Computer network is a system that connects two or more computers so they can communicate, share data and access resources like file, printer or the internet. സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡാറ്റാസും അതുപോലെ തന്നെ റിസോഴ്സസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് ഡിവൈസസിനെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കണക്ട് ചെയ്യുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് നോഡ്സ് എന്ന് പറയുന്നത്. ഒരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഓഫീസ് എടുക്കുകയാണെങ്കിൽ ആ ഓഫീസിൽ ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും. പക്ഷെ നമുക്കവിടെ പ്രിൻ്റർ മാത്രം കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ഏതൊരു കമ്പ്യൂട്ടറിന് പ്രിൻ്റ് കൊടുത്താലും ആ ഒരു പ്രിൻ്ററിന് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. സോ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് മെയിൻ എയിം, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ ഹാർഡ്വെയർസിനൊക്കെ ഷെയർ ചെയ്യലാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ എയിമായിട്ട് വരുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് എന്നുള്ളത്? ഫസ്റ്റ് വൺ ആണ് കണക്ഷൻ ഓഫ് ഡിവൈസസ്. കമ്പ്യൂട്ടേഴ്സ്, സെർവേഴ്സ്, പ്രിൻറ്റേഴ്സ്, റൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ് ക്യാൻ ബി ഓൾ ദ പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക്. നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ഷൻ ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസ് വരുന്നത് എന്ത് വേണമെങ്കിലാകാം. കമ്പ്യൂട്ടറാകാം, സെർവറാകാം, പ്രിൻ്ററാകാം, റൂട്ടറാകാം, എന്ത് വേണമെങ്കിലാകാം. നെക്സ്റ്റ് കീ ഫീച്ചറാണ് ഡാറ്റ ഷെയറിങ് എന്ന് പറയുന്നത്. നമുക്ക് നെറ്റ്വർക്കിൽ ഡാറ്റാസിന് ഷെയർ ചെയ്യാൻ പറ്റും, ഫയൽസിന് ഷെയർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് വണ്ണാണ് റിസോഴ്സ് ഷെയറിങ്. റിസോഴ്സ് ഷെയറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിവൈസസ് ആയ പ്രിൻ്ററിനെയും അതുപോലെ തന്നെ അതർ ഡിവൈസസ് ലൈക്ക് നെറ്റ്വർക്ക് ആക്സസും കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും, ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും, ലൈക്ക് ഇമെയിൽ, വീഡിയോ കോൺഫറൻസ്, മെസ്സേജ് എക്സെട്ര. സോ നമുക്ക് നോക്കിയത് വാട്ട് ഈസ് കമ്പ്യൂട്ടർ ആൻഡ് വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ഇൻ ദിസ് നെറ്റ്വർക്ക്. നമുക്ക് ഏതൊരു കാര്യം എടുത്താലും അതിന് അതിൻ്റേതായ ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു നെറ്റ്വർക്ക് ഏറ്റവും ബെറ്ററാണെന്ന് കാണിക്കാനുള്ള കാര്യങ്ങളാണ് ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെറ്റ്വർക്കിൻ്റെ കേസിൽ 3 ക്രൈറ്റീരിയ ആണ് വരുന്നത്. ഫസ്റ്റ് ഇസ് പെർഫോമൻസ്, സെക്കൻഡ് ഇസ് റിലയബിലിറ്റി ആൻഡ് തേർഡ് ഇസ് സെക്യൂരിറ്റി. പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു നെറ്റ്വർക്കിൽ റിസോഴ്സിനും ഷെയർ ചെയ്യാനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ആ കേസിൽ എത്രത്തോളം നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എഫിഷ്യൻ്റായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, പെർഫോമൻസിൽ വരുന്നത്. സോ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ ഉദ്ദേശിക്കുന്ന ഡാറ്റ നമ്മുടെ സെൻറ്ററിൽ നിന്ന് റിസീവറിലോട്ട് എത്തുന്നുണ്ടാകും വിത്തൗട്ട് എനി എഫക്റ്റ്. സോ ഈ പെർഫോമൻസ് 2 രീതിയിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് കാൾഡ് ട്രാൻസ്മിറ്റ് ടൈം ആൻഡ് റെസ്പോൺസ് ടൈം. 2 രീതിയിലാണ് നമ്മുടെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റ് ടൈം ആൻഡ് റെസ്പോൺസ് ടൈം. ട്രാൻസ്മിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജിനെ സെൻറ്ററിൽ നിന്ന് റിസീവറിലോട്ട് എത്തിക്കാം, അല്ലെങ്കിൽ ഒരു ഡിവൈസസിൽ നിന്ന് വേറൊരു ഡിവൈസസിലോട്ട് എത്തിക്കാൻ എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ട്രാൻസ്മിറ്റ് ടൈം. ആൻഡ് റെസ്പോൺസ് ടൈം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡാറ്റ അവിടെ എത്തി എന്നുള്ള കാര്യം തിരിച്ച് നമുക്ക് അയക്കുകയാണെങ്കിൽ അതിന് വേണ്ട ടൈമാണ് ഇതെന്ന് പറയുന്നത് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ആക്ച്വലി റെസ്പോൺസ് ടൈം ഈസ് എ ടൈം ബിറ്റ്വീൻ ആൻ എൻക്വയറി ആൻഡ് എ റെസ്പോൺസ്. സോ നെക്സ്റ്റ് വൺ ആണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഫങ്ഷൻ എങ്ങനെ നമ്മൾക്ക് ഫെയിലിയർ ഇടാതെ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് റിലയബിലിറ്റിയിൽ വരുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ഫങ്ഷൻ ഫെയിലിയർ ആയി വിചാരിക്കുക, നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസസ് ഫെയിലിയർ ആയാലും നമുക്കതിനെ റിക്കവർ ചെയ്യാൻ പറ്റണം എന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലയബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം നമ്മുടെ നെറ്റ്വർക്കിൽ ഒരുപാട് സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ ഒരുപാട് സിസ്റ്റം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ സിസ്റ്റം തമ്മിൽ ഒരുപാട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആവശ്യം വരുന്നുണ്ട്. ആ രീതിയിൽ എക്സ്റ്റേണലായിട്ട് നെറ്റ്വർക്കിൽ ഇല്ലാത്ത ഒരാൾക്കും എക്സ്റ്റേണലായിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാകുമ്പോഴേ നമുക്ക് എപ്പോഴും നെറ്റ്വർക്ക് ബെസ്റ്റാന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതാണ് സെക്യൂരിറ്റി വരുന്നത്. അപ്പോൾ 3 കേസസാണ്, പെർഫോമൻസ് വേണം, റിലയബിലിറ്റി വേണം, സെക്യൂരിറ്റി വേണം. ഇത് 3 നമ്മുടെ നെറ്റ്വർക്ക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ നോക്കിയത് എന്താണ്
നെറ്റ്വർക്കിന് നോക്കി. വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് നെറ്റ്വർക്ക് ആൻഡ് വാട്ട് ആർ ദ നെറ്റ്വർക്ക് ക്രൈറ്റീരിയ നോക്കി. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.